നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറാന്നുള്ള സോയ ചങ്ക്സ് കൊണ്ടുള്ള കട്ട്ലറ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 200 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് ഈ സോയ ചങ്ക്സ്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റുകളൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഈ സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ടൊന്ന് കുതിർന്നൊക്കെ വന്നോളും. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചോപ്പറിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഞാനിതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡബിളായിട്ട് സൈസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സോയ ചങ്ക്സ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം. എന്നിട്ട് നന്നായിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. വീണ്ടും ഇതുപോലെ പിഴിഞ്ഞ് കളയണം. 5 മുതൽ 6 പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ടൊന്ന് കൊണ്ടുവരാം. അങ്ങനെ വൃത്തിയാക്കിയെടുത്ത സോയ ചങ്ക്സ് നമുക്ക് ചോപ്പറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ടൊന്ന് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ മിൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മിൻസ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് വേവാനായിട്ട്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വെന്ത് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അത്യാവശ്യം ഒന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് വീതം ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. ഏത് നോൺ വെജ് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലും അതിൽ ഒരുപാട് കട്ട ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സി ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം നിങ്ങൾ കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് ഞാനിവിടെ 2.5 ഉരുളക്കിഴങ്ങ് വേവിച്ചൊന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഞാനിതിലേക്ക് 2 ഉരുളക്കിഴങ്ങാണ് ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുത്തു. അത് നമ്മൾ മിക്സ് ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ കിഴങ്ങ് വേണോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പകുതി ഉരുളക്കിഴങ്ങ് കൂടി ഉടച്ചിട്ട് രണ്ടാമത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിഴങ്ങിൻ്റെ അളവ് കൂടാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അത് ഇതെന്നല്ല, ഏത് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലും ഉരുളക്കിഴങ്ങ് വളരെ കുറച്ച് മാത്രം ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഈ കട്ട്ലറ്റ്സ് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു മുട്ട എടുത്തൊന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് എടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് എടുത്തു വെക്കാം. നമുക്ക് ഓരോ കട്ട്ലറ്റ് ആയിട്ട് ഉടച്ചു വെച്ചിട്ടുള്ള മുട്ടയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ടൊന്ന് എടുക്കാം. ഞാൻ ഈ ഒരു പ്രോസസ്സ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ക്രഞ്ചി ആയിട്ടുള്ള എക്സ്ട്രാ ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. വെജിറ്റേറിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഈ മുട്ട ഒഴിവാക്കിയിട്ട് പകരം കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിലുള്ള കട്ട്ലറ്റ്സ് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ മതി. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കട്ട്ലറ്റ്സ് ഒന്ന് വറുത്തെടുക്കാം. ഒരു വശം ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള സോയ ചങ്ക്സ് കൊണ്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഈ സോയ ചങ്ക്സ് കൊണ്ട് കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ.